ഫ്രണ്ട്സ് ബുള്ളറ്റുമാനുമാണ്. ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു വീഡിയോ കാണട്ടോ, അത് കണ്ടിട്ട് ബാക്കി പറയാം. അങ്ങനെ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് പിടിച്ച് അല്ല അങ്ങോട്ട് ബാക്കിക്ക് ഇങ്ങനെ പിടിച്ച് നീ ആ ഭാഗമല്ലടോ. ആ അങ്ങ അന്നെ കാണുന്നത് നിങ്ങളല്ല ഇന്റെ മുഖത്തേക്ക്. അപ്പൊ എങ്ങനെ നിങ്ങളല്ലാതെ പുറത്ത്. ആ അങ്ങനെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ നമ്മളെ തോട്ടത്തിലാണ്, പറമ്പിലാണ് കേട്ടോ. നോക്കുന്നത് ശരിക്കും പറമ്പിലാണ് താഴത്ത് കുറിച്ച് നമ്മളിപ്പോ എന്താണ് ഈ നാരോ തച്ച് അതുപോലെ റൊമ്മൊട്ടാണി നമ്മൾ വാങ്ങിയിട്ട് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുഴിച്ചിട്ട് കേട്ടോ. ഫ്രൂട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിക്ക്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാണ് എല്ലായിടത്തും കാണിച്ചെടുക്കണം. ആ ഇങ്ങോട്ട് ഈ കൊച്ചിനോടത്തേക്ക് സത്തിക്ക്. ഇനിയിപ്പോൾ എവിടെ വെക്കണ്ടമ്മ? ഇനിയിപ്പോൾ എവിടെ? അപ്പം നമ്മൾ ഇനി കുട്ടികളെ നാരാ നാരങ്ങ ലെവണാ വെക്കണ്ടാ. അപ്പോൾ നമ്മൾ ലെവണ് കുത്തിയിട്ട് നമ്മളെ പറമ്പിലാണ് കേട്ടോ നമ്മളെ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ മക്കളെ? നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോകട്ടോ. അതിലെന്താ നമുക്ക് കത്തി ഞാൻ കൊടുത്തിട്ടില്ല. കത്രിക ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ കത്രിക ഉണ്ടായിരുന്നു. ചെഞ്ചിരിക്കിട്ട് വെച്ചിട്ടുണ്ട്. ആ ഉണ്ടരുത്. വല്യമ്മയാണ് അതിന് ഇടക്ക് പോലിടുന്നിട്ടാ അല്ലേ. അപ്പം നമ്മൾ ഇത് കയനില്ലേ, കയനിയുമ്പോൾ ഇങ്ങനെ ഓട്ട തുളക്കുന്നുണ്ട്. കയനി ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ മുറിക്കാണ്ട ഒരു കയ്യിൽ ഫോണ്. വല്യമ്മയാണ് ക്യാമറമാൻ. ഇങ്ങോട്ട് പിടിക്ക് ക്യാമറമാനെ. അപ്പം നമ്മളെ ഈ ലെവന് അടിപൊളിയാണ്. മക്കളെ ലെമൺ പൊട്ടാൻ ലെവൻ ഒന്ന് ലൂസാക്കണ്ടേ. നമ്മളങ്ങട്ട് ഇതാ ഈ വള്ളിയൊക്കെ പാടെ മേൽക്കുമായിട്ട് ഇതാ ആദ്യം ഷുഗർ ആഡ് ചെയ്തിരിക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നാച്ചുറലായിട്ടുള്ള വെള്ളം ഇതാണ് കേട്ടോ. അതിൻ്റെ ആ കയനിയുടെ അതൊക്കെ ചാടിക്കണം കേട്ടോ. ഒന്ന് അരിക്കണമെങ്കിലും അത് മതി. വല്യമ്മയാണെങ്കിലോ ക്യാമറമാനെ പൊടിച്ചടേ അരിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക? കരടൊക്കെ കുടിക്കണം. ആ കുരുവൊക്കെ അവിടെ കിട്ടാൻ ആരാണെന്നുള്ളപ്പോൾ മുണ്ടാതിരിക്കും. ഞാൻ ഇവിടെ ക്യാമറയിൽ പറയുമ്പോൾ നിങ്ങളൊന്നും വല്യമ്മക്ക് ഒരു ചാരിയൊരു സ്വഭാവമാണ്. അതൊന്നും വെക്കണം മനസ്സിലായി. നമ്മളിത് ഷുഗർ ഇത് കൊടുക്കണം കേട്ടോ. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തുക്കണം. ഒന്ന് ഇളക്കണ്ടേ. നമ്മളെ തോട്ടത്തിലാണ് ഇട്ടത്, പറമ്പിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ആ വീഡിയോയിലുള്ള വെല്ലുമേച്ചിയും അതുപോലെ തന്നെ നിങ്ങൾ പേരെന്തേലും സെലീന. ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ച് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലോ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു ക്യാമറമാനാണ് നിൽക്കുന്നത്. നമുക്കത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ചിരി വന്നിട്ടുണ്ടാവും. ആ ഒരു വീഡിയോഗ്രാഫറാണ് നിൽക്കുന്നത്. എന്താ പറയുക വെല്ലുമേച്ചി, എന്താ പറയാനുള്ളത്? ഞാൻ അതിനൊന്നുമില്ല, എനിക്കതിനൊന്നും ഇന്നൊന്നും കാട്ടണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മള് പിടിച്ചു കൊണ്ടുവന്നാണ് വല്യമാരെ എല്ലാവരും കാണണം പറഞ്ഞപ്പോ. അപ്പം പിന്നെ വളപുരത്താണ് ഇവിടെ, കൊളത്തൂർ അടുത്തില്ലേ? കൊളത്തൂരല്ല, അടുത്ത കാര്യം 2 മൈൽ അടുത്ത്. അപ്പൊ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വല്യമ്മച്ചിക്ക് അത് അറിയാനോ ക്യാമറ പിടിച്ചാനൊക്കെ? മണ്ണല്ലേ ഞാൻ പിന്നെ ഫ്രൂട്ട് കുഴിച്ചിട്ടാണ് ഇതിന്റെ മറ്റേ റൊമ്മട്ടാന്. അപ്പൊ ഞാൻ പിന്നെ എന്താണ് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ വാങ്ങി ഉണ്ടാക്കിയതാണ്. അപ്പൊ 15 സെന്റ് സ്ഥലത്തില് ഉമ്മയും എൻ്റെ അമ്മയും കൂടെ വാങ്ങിയതാണ്. അപ്പോ അവിടെയൊക്കെ മരങ്ങളൊക്കെ വെട്ടിയതിന് ശേഷം അപ്പൊ എനിക്ക് തോന്നി റംബൂട്ടാൻ നമുക്കത് നട്ടുപിടിപ്പിക്കാന്ന്. കയ്യൊക്കെ അല്ലേ നിങ്ങൾ പോലെ അപ്പൊ വല്യമാക്ക് വലിയ ഇഷ്ടമല്ലാന്നാ പറഞ്ഞു. വല്യമാനെ പിടിച്ചാണ് വല്യമാന്റെ മുഖങ്ങൾ കണ്ടു എന്നാ പറഞ്ഞു. കാരണം ക്യാമറ തിരിച്ചു പിടിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് അറിയില്ല. അതിനാണ് പെട്ടതാണ്. പിന്നെ ഇത് ശരിക്കും പേരക്കുട്ടിയല്ലേ? നിങ്ങളെ പിമ്മിയൊക്കെ ഉണ്ടോ? രണ്ടാളില്ല, മരിച്ചു പോയിക്കള്. മകളെ കുട്ടിയാണല്ലേ? ഇവള് ഓരോരോ കാട്ടിക്കൂട്ടുക ശരിക്ക്. ഇങ്ങോട്ട് നിങ്ങളതിൽ പെടുത്തിയതാണ്. ആ ക്യാമറ പിടിച്ചാൻ വേണ്ടി പറഞ്ഞു. ഉമ്മാനോട് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാൻ വേണ്ടി പറഞ്ഞു. ഇമ്മ ക്യാമറ പിടിച്ചു. അപ്പൊ ഇതാക്കിട്ട് ആ മയത്ത് നിന്നിട്ടേ ഞാൻ മയത്ത് ഓളങ്ങനെ ഇതാക്കി. വലിയമ്മക്ക് എന്താ പണിയാ? ആരൊക്കെ ഉള്ളത് ഇപ്പൊ വീട്ടില്?
ഇവിടെ വീട്ടിൽ ഞാനും ഇവളും തന്നെ ഉള്ളു. ആ ഇതപ്പോ വീട്? ഇതാ നമ്മളെ വീട്. അപ്പൊ ചെലവും കാര്യമൊക്കെ എങ്ങനെ ആരും ഇല്ലാത്തപ്പോ? ചെലവും കാര്യം അങ്ങനെ പോണു. റേഷൻ പുളിയത് 8 കിലോ അരി കിട്ടും. പിന്നെ 3 അരി കിട്ടും ഞങ്ങക്ക്. 3 പള്ളിക്കത്തെ അരി. അതിനൊക്കെ ഇങ്ങനെ പോണു. പിന്നെ പെൻഷൻ 1600 ഇപ്പൊ 1300 ഉള്ളൂ. ആദ്യം കിട്ടും. അസുഖത്തിലുണ്ടപ്പോ? അസുഖത്തെ പ്രഷർ ഇതൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ എന്തെങ്കിലും പണിക്കൊക്കെ പോയല്ലോ? പോയിന്ന് ഇപ്പം പോയാലും തൊഴിലുറപ്പിനോ? തൊഴിലുറപ്പിന് ഒരു പണിക്കും പോകാനടുത്ത് ഇങ്ങനെ മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത്. അപ്പൊ ഇവിടെ പാടന്റെ പാടല് കുട്ടിമാ പാട കുട്ടി കല്ലിന്റെ സംഭവം അത്. അവളെ വല്യമ്മയാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നോട് ചോദിച്ചു, പിന്നെ ആരാണ് എന്താണ് എനിക്ക് അറിയാമെന്നൊക്കെ ഒരുപാട് ആളുകൾ ഫോൺ വീഡിയോ വിട്ടു നമുക്ക്. പിന്നെ ആർക്കെങ്കിലൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു എന്താ ചാരിറ്റിന്റെ വീഡിയോ ആയിട്ട് പറയല്ല കേട്ടോ. പക്ഷെ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, ചിലവും കാര്യങ്ങളൊക്കെ അല്ലേ. അതല്ല, ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോ ചെയ്തതാണ്. പക്ഷെ അപ്പൊ സുഖമില്ലാതെ ആയതുകൊണ്ട് പിന്നെ തിരുവനന്തപുരത്താണല്ലേ? കുറച്ച് ടൈറ്റ് ആയിരുന്നു. അതിപ്പോ അപ്പൊ ഞാൻ ഗോൾഡ് പണയം വെച്ചു. അപ്പൊ പിന്നെ ഇനി അത് ജോലി കിട്ടുമ്പോ അത് പലിശ അതാവാതെ നമ്മൾ എടുക്കും ചെയ്യും. അപ്പൊ ചോരും ടൈറ്റായി. ഇവൾക്ക് കായ് ഇങ്ങനെ വേണം തന്നെ. അഞ്ഞോട് അതിന് യുദ്ധം പൊട്ടുക. എവിടുന്ന ഞാൻ അങ്ങനെ പറയില്ല. ക്യാമറ 75 വയസ്സായി. 75 വയസ്സായി. 1949 എനിക്കത്. സ്വാതന്ത്ര്യം കിട്ടി 2 കൊല്ലം കഴിഞ്ഞാലേ. നമുക്ക് പറഞ്ഞാല് യൂട്യൂബൊക്കെ നിങ്ങളെ പുതിയാപ്പിളപ്പോ സോറി നമ്മളെ പോലത്തെ പിന്നെ ഒരു മരം പീടിയുണ്ടല്ലോ, ഒരു കോൺക്രീറ്റ് റോഡ്, അതിൽക്കൂടെ പോയാൽ മതി. പിന്നെ ഒരു എന്തോ ഒരു കട ഉണ്ടമ്മ. എന്തിന്റെ കടയാണ്? കുറച്ച് നമ്മൾ തിരിയുമ്പോ ഒരു കോൺക്രീറ്റ് റോഡ്. വല്യമാക്ക് ചിരിങ്കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് വന്നപ്പോ തന്നെ എന്തിനാന്ന് മനസ്സിലായിട്ടില്ല സംഗതി. കാരണം ആകെ ബേജാറായിക്കണ എന്തിനാ സംഭവം എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ മോക്ക് മനസ്സിലായി ഇന്റർവ്യൂവിന് വന്നതല്ലേ പറഞ്ഞപ്പോ ഓള് ഇവിടെ പിന്നെ എന്താ ഓണപ്പൂവൊക്കെ ഇടേനില്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച കൊറേ പൂക്കള് ഞാൻ മേടിച്ചിരുന്നു. അങ്ങനെ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് കല്യാൺ സിൽസ് പോയി. അവിടെയൊക്കെ വീഡിയോ എടുക്കും. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്യും. പറ്റില്ലല്ലോ നമുക്ക്. ചാനലിന്റെ പേര് നമ്മൾ ഇതിൽ പറയാം. ചാനലിന്റെ ലിങ്കും കൊടുക്കുവാണെങ്കിൽ സെലു കിച്ചൻ വളപുരം എന്നൊക്കെ ചാനൽ കൊടുക്കുക. ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് പോയിക്കോട്ടെ. കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമാനം ആവുന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ തുടങ്ങിയത് അല്ലേ? അപ്പത്തിന് 50 സബ്സ്ക്രൈബേഴ്സ് അപ്പത്തിന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോ ഞാനില്ലേ പിന്നെ എന്തിനാണ് ഇപ്പൊ യൂട്യൂബിൽ അതൊന്നും ഇഷ്ടമില്ല സംഭവം. അപ്പൊ നിങ്ങള് വല്യമ്മാനെ ആർക്ക് ശ്രദ്ധിച്ചു? വല്യമ്മാന്റെ പേരെന്താ? ഇത്തിരുമ്മ. ആയിക്കോട്ടെ, സാരില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വഴിയൊക്കെ ഉണ്ടാവും. ഓളും അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ പറഞ്ഞത്. ഓളോ വരാ മാഞ്ഞാളോ. നിങ്ങൾ ക്യാമറമാനാണെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ എന്നാ ഏതായാലും അപ്പൊ ഇതാണ് ആള്. പിന്നെ നമ്മള് പിന്നെ എന്താ പറയാ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് കാണുക. എല്ലാവരും സഹകരിക്കുക. പറ്റുന്നൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് പിന്നെ സഹായിക്കാൻ പറ്റുന്ന അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം അല്ലേ? ഓക്കെ, നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.